الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന മേലായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പുലർത്തി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ എന്നുള്ള നിലക്ക് ചില നിലപാടുകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവിശ്വാസികളെ പോലെ, ഭൗതികവാദികളെ പോലെ പ്രപഞ്ചത്തിലുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനത്തെ കേവലം ഭൗതികവും ശാസ്ത്രീയവുമായ വിഷയങ്ങളിലും ചർച്ചകളിലും മാത്രം ഒതുക്കാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. പ്രപഞ്ചത്തിലുണ്ടാകുന്ന കാറ്റാകട്ടെ, മഴയാകട്ടെ, ഭൗതികമായ ഒരുപാട് ചർച്ചകൾ ഉണ്ടാകും. ന്യൂനമർദ്ദനം എന്ന പേരിൽ, അതല്ലെങ്കിൽ ചില വാവുകൾ, ചില രാവുകൾ, ചില രാശികൾ, ചില മാസങ്ങൾ, അതു കാരണത്താലാണ് നമുക്ക് മഴയുണ്ടാകുന്നത്, കാറ്റുണ്ടാകുന്നത് എന്നുള്ള വിശ്വാസം പേറി നടക്കുന്ന ആളുകളോടൊപ്പം അത് ഏറ്റുപറയേണ്ടവരല്ല വിശ്വാസികൾ. മറിച്ച് പ്രപഞ്ചത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിഭാസത്തിനു പിന്നിലും ഒരു കാരണക്കാരനുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഴയുമായി ബന്ധപ്പെട്ടു മലയാള മാസത്തിലേക്ക് ചോർത്തി പറഞ്ഞ് കർക്കിടക മാസത്തിലെ മഴയാണ്, ചിങ്ങമാസത്തിലെ മഴയാണ് എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ കാഫിരിങ്ങളുടെ, അവിശ്വാസികളുടെ വാക്കിനെ ഏറ്റുപറയുന്ന വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടി പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളെ കുറിച്ച് വ്യക്തമായും സൂചനകളായും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ നിരവധി ആയാത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിയിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് ഇറക്കുന്ന മഴയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പ്രതിവാദങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെല്ലാം അള്ളാഹുവിന്റെ യുക്തിയും അള്ളാഹുവിന്റെ തീരുമാനവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈഥ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു. അവൻ തന്നെയാകുന്നു
മനുഷ്യർ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, അഥവാ കഠിനമായ ചൂട്, ഇനി എന്നാണ് ഞങ്ങൾക്കൊരു മഴ ലഭിക്കുക എന്ന് നിരാശപ്പെട്ട് കഴിയുന്ന സമയത്ത് അവനാകുന്നു മഴ വർഷിപ്പിക്കുകയും തന്റെ കാരുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കുകയും ചെയ്തവൻ. അതുപോലെ തന്നെ മഴ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു അനുഗ്രഹീത വെള്ളമായിട്ടാണ് ഖുർആനിൽ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക ഫഅംബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ്. അല്ലാഹു പറഞ്ഞു, വനസ്സൽനാ മിനസ് സമാഇ മാഅ, നാം ആകുന്നു ഉപരിലോകത്ത് നിന്ന് വെള്ളത്തെ ഇറക്കിയത്, മുബാറകൻ, അനുഗ്രഹീതമായ വെള്ളം. അത് മുഖേന ഫഅംബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ്, പലതരത്തിലുള്ള തോട്ടങ്ങളും അതുപോലെ തന്നെ കൊയ്തെടുക്കുന്ന ധാന്യങ്ങളെയും മുളപ്പിച്ചവൻ അള്ളാഹുവാണ് ഈ മഴ മുഖേന. അതുപോലെ തന്നെ മഴയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ശുദ്ധമായ വെള്ളമാണ്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ വഅൻസൽനാ, നാമാണ് ഇറക്കിയത്, മിനസ് സമാഇ, ഉപരിലോകത്ത് നിന്ന്, ആകാശത്ത് നിന്ന്, മാഅൻ തഹൂറ, ശുദ്ധമായ വെള്ളത്തെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമായി നമ്മെ പഠിപ്പിച്ചു. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ, ഭയവും ആശയും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തന്നത്. വയൻസിലു മിനസ് സമാഇ മാഅ, അപ്രകാരം നാം ആകുന്നു ഉപരിലോകത്ത് നിന്ന് വെള്ളത്തെ ഇറക്കിയത്. ഫയുഹ്യി ബിഹിൽ അർദ ബഅദ മൗതിഹാ, ഭൂമി നിർജീവമായതിനു ശേഷം അതിന് വീണ്ടും ജീവൻ നൽകിയതും നാം ആകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ. അതുപോലെ തന്നെ എല്ലാ ജീവന്റെയും തുടക്കം അത് വെള്ളത്തിൽ നിന്നാണ്. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. വജഅൽനാ മിനൽ മാ, നാം ആകുന്നു വെള്ളത്തിൽ നിന്നുണ്ടാക്കിയത്, കുല്ല ഷൈഇൻ ഹൈ, എല്ലാ ജീവവസ്തുക്കളെയും. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫലാ യുഅ്മിനൂൻ, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, എല്ലാ ജന്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ ഖലഖ മിനസ് സമാഇ ബശറ, അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ, അവനാകുന്നു, ഖലഖ മിനൽ മാഇ ബശറ, മനുഷ്യന്മാരെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് മിനൽ മാ, വെള്ളത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ ലക്കും മിൻഹു ശറാബ് വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ. ഹുവല്ലദീ, അവനാകുന്നു, അൻസല മിനസ് സമാഇ മാഅൻ ലക്കും, നിങ്ങൾക്കുള്ള വെള്ളം ഉപരിലോകത്ത് നിന്ന് ഇറക്കി തന്നവൻ. മിൻഹു ശറാബുൻ, അതിൽ നിന്നാണ് നിങ്ങൾക്ക് കുടിക്കുവാനുള്ളത്. വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ, നിങ്ങളുടെ കന്നുകാലികൾക്ക് മേയാനുള്ള ഇടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു കണക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് വെള്ളത്തെ ഇറക്കുന്നു. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ, അല്ലാഹു പറഞ്ഞു, നിശ്ചിത അളവിൽ. വഅൻസൽനാ, നാം ആകുന്നു ആകാശലോകത്ത് നിന്ന് വെള്ളത്തെ ഇറക്കിയത്. ഫഅസ്കന്നാഹു ഫിൽ അർദ്, നാം അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിലാക്കി തീർത്തിരിക്കുന്നു. പറഞ്ഞാൽ പിന്നീട് നമുക്കുള്ള ഉണ്ടാകുന്ന കിണറിൽ നിന്നും മറ്റുമൊക്കെയുള്ള കുടിവെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ലോകത്ത് നിന്ന് വെള്ളം ഇറക്കുകയും ആ വെള്ളവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിഭാസങ്ങളെ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത്, അവിശ്വാസികൾ, കാഫിരീങ്ങൾ പറയുന്നത് പോലെ ഈ മഴയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ കേവല ഭൗതിക ചർച്ചയിൽ മാത്രം, അതുപോലെ തന്നെ ശാസ്ത്രീയ ചർച്ചകളിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടവരല്ല വിശ്വാസികൾ. കാരണം
ഈ വിശ്വാസം എന്നുള്ളത് അത് ജാഹിലിയത്തിലെ വിശ്വാസമാണ്. ചില ഹദീസ് പ്രകാരം അത് കുഫറിലേക്ക് എത്തുന്ന വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന പ്രതിഭാസങ്ങൾക്ക് ഏതെങ്കിലും രാവുമായി, ഏതെങ്കിലും രാശിയുമായി, ഏതെങ്കിലും മാസവുമായി ബന്ധമുണ്ട് എന്നുള്ളത് അത് ജാഹിലിയ വിശ്വാസമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അർബഉ മിൻ ഉമ്മതി മിൻ അംരിൽ ജാഹിലിയ്യ. 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളെ സംബന്ധിച്ച് അത് ജാഹിലിയ കാലഘട്ടത്തിലെ വിശ്വാസമാണ്, അത് അവർക്കുണ്ടായിരുന്ന വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ ആ 4 വിശ്വാസങ്ങൾ മുഹമ്മദ് ഉമ്മത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള താക്കീതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യത്റുകൂനഹുന്ന. ഈ 4 ജാഹിലിയ വിശ്വാസങ്ങൾ അതവർ ഒഴിവാക്കുകയില്ല തന്നെ. എന്ന് പറഞ്ഞാൽ ആ ജാഹിലിയ വിശ്വാസം പോരുന്ന ആളുകൾ പിന്നീട് മുഹമ്മദ് ഉമ്മത്തിൽ ഉണ്ടാകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൊന്നാമതായി റസൂൽ പറഞ്ഞു, അൽ ഫഖ്റു ബിൽ അഹ്സാബ്. തറവാടിന്റെ കാര്യത്തിൽ മഹിമ പറയുന്ന ആളുകൾ, അല്ലെ? പ്രത്യേകിച്ച് ഒരു കല്യാണ ആലോചനയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആളുകൾക്കറിയാം, ആ ചർച്ചകളിൽ 2 കൂട്ടരും കാര്യമായി പറയുക തന്റെ തറവാടിന്റെ വലുപ്പമാണ്. പെൺകുട്ടികളുടെ ദീനീബോധം, ആൺകുട്ടിയുടെ ദീനീബോധം, അവർ തമ്മിൽ ജീവിക്കേണ്ട ആവശ്യകത, അവർ വളർന്നു വന്ന രീതി, അവരെങ്ങോട്ടായിരിക്കണം ഇങ്ങനെ ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചല്ല ചർച്ച. മറിച്ച് 2 കൂട്ടരുടെ ചർച്ച എന്താണെന്നറിയോ? ഞങ്ങളെ തറവാടിന്റെ മഹത്വം പറയാം. അത് മറ്റോ കൂട്ടർ തീരെ വിട്ടുകൊടുക്കൂല, അവരവരുടെ തറവാടിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ജാഹിലിയ സംസ്കാരമാണ്. തറവാടിൽ ഇസ്ലാമിൽ വലിയ ഒന്നുമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹു പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങൾ ആദരിക്കപ്പെടുന്നത് നിങ്ങളുടെ തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്, ഏത് തറവാടിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതല്ല. അതുകൊണ്ട് തറവാടിന്റെ മഹിമ പറഞ്ഞ് അതിങ്ങനെ പെരുപ്പിച്ചു പറയുക എന്നുള്ളത് അത് ജാഹിലിയ സംസ്കാരമാണ്. അതുപോലെ തന്നെ റസൂൽ രണ്ടാമതായി പറഞ്ഞു, വത്തഅനു ഫിൽ അൻസാബ്. അതുപോലെ തന്നെ വംശപരമ്പര പറഞ്ഞ് മറ്റുള്ള ആളുകളെ ഇകഴ്ത്തുക, അല്ലെ? അത് വംശപരമ്പര എന്ന് പറഞ്ഞാല് മറ്റൊരു നാട്ടിൽ നിന്ന് ഒരു മുസ്ലിമായ സഹോദരൻ നമ്മുടെ നാട്ടിലേക്ക് താമസം വന്നാൽ അവനെ ചെറുതായിക്കാണ്, അവനെ വില കുറച്ചുകാണ്, അവനെ കുത്തി പറയുക. ഇത് യഥാർത്ഥത്തിൽ ജാഹിലിയ സംസ്കാരമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൽ ഇസ്തിസ്ഖാഹു ബിൻ നുജൂം. നക്ഷത്രങ്ങൾ കൊണ്ട് ഇസ്തിസ്ഖാ നടത്താൻ, മഴയെ തേടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മഴ. ഇന്ന് ഹൈന്ദവ വിശ്വാസ പ്രകാരം അവരുടെ വിശ്വാസം മഴ ലഭിക്കാൻ ചില പൂജകളുണ്ട്, ചില നേർച്ച വഴിപാടുകളുണ്ട്. ചില നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ മഴ ഉണ്ടാകുമെന്നുള്ള വിശ്വാസമുണ്ട്. ചില മാസങ്ങൾ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള മഴ ഉണ്ടാകുമെന്നുള്ള വിശ്വാസമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അറിഞ്ഞോ അറിയാതെയോ വിശ്വാസികൾ എന്നുള്ള ആളുകൾ അത് ഏറ്റുപറയുന്ന സ്വഭാവം നമുക്കിടയിലുണ്ട്. അത് യഥാർത്ഥത്തിൽ ജാഹിലിയ സംസ്കാരമാണ്. അതുപോലെ തന്നെ നിയാഹത്ത് എന്ന് പറഞ്ഞാൽ മരിച്ച വീട്ടിൽ ആർത്തട്ടഹസിച്ച് കരയാൻ. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നതായി കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മാറത്തടിച്ച് കരയ, മുടി അഴിച്ചിട്ടിട്ട് കരയ. ഈ ഹദീസിന്റെ ബാക്കി ഭാഗമായ റസൂൽ പറഞ്ഞെന്നറിയോ? അന്നാഹിയത്ത് നടത്തുന്ന ആളുകൾ, അഥവാ മരിച്ച വീട്ടിൽ ആർത്തട്ടഹസിച്ച് മാറുകേറി മാറത്തടിച്ച് മുടി പുറത്തിട്ട് കരയുന്ന ആളുകൾ, അവർ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് നാളെ പരലോകത്ത് നരകത്തിൽ പ്രത്യേക ശിക്ഷയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, ഈ 4 കാര്യങ്ങൾ അത് ജാഹിലിയ സംസ്കാരമാണ്. അത് വിശ്വാസികൾ കൊണ്ട് നടക്കേണ്ട ഒരു വിശ്വാസമല്ല. അതിൽ പെട്ടതാണ് നമുക്ക് ലഭിക്കുന്ന മഴയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഞാറ്റുവേലകൾക്ക്, ഏതെങ്കിലും നക്ഷത്രങ്ങൾക്ക്, ഏതെങ്കിലും മാസങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് അത് ജാഹിലിയ സംസ്കാരമാണ്. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് ഒരു തരം കുഫറായിട്ടാണ്. ഹദീസുകളിൽ കാണാം, സല്ലല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹി ബിൽ ഹുദൈബിയ. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ സഹാബത്ത് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെയും കൊണ്ട് ഫജ്ർ നമസ്കരിച്ചു. ആ ഫജ്ർ നമസ്കരിച്ച ആ പ്രഭാതത്തിന്റെ ഒരു പ്രത്യേകത, ഈ ഫജ്ർ നമസ്കരിച്ച ആ പ്രഭാതത്തിന്റെ തലേന്ന് രാത്രി ഞങ്ങൾക്ക് അല്പം മഴ ലഭിച്ചിരുന്നു എന്ന് സഹാബത്ത് പറയാൻ. എന്നിട്ട് റസൂലുള്ളാഹി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച് എന്നിട്ട് ജനങ്ങൾക്ക് അഭിമുഖമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞിരുന്നു.
ഫഖാല, എന്നിട്ട് റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയോ? ഖാലു അല്ലാഹു വറസൂലുഹു അലം. സഹാബത്ത് പറഞ്ഞു, നബിയെ ഇല്ല, അത് അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. ഖാല, അന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞതായ ഒരു കാര്യം സഹാബത്തിന് കേൾപ്പിക്കുകയാണ്. വിശ്വാസികൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു ഹദീസാണ്. കാരണം ഞാനിത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ ഉമ്മത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് ഈ പറയുന്ന രാശിയും നക്ഷത്രവും മാസവുമായി ബന്ധമുണ്ട് എന്ന് ഏറ്റുപറയുന്ന ആളുകളാണ്, അല്ലെ? ചിങ്ങമാസത്തിലുള്ള മഴയെ കണ്ടാൽ അത് പറയും ചിങ്ങമാസത്തിൽ മഴ ചിങ്ങിച്ചിങ്ങ വഴിയാന്ന് പറയും. കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ പറയും കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രൂപത്തിലുള്ള മഴ ഉണ്ടാകുമെന്ന് പറയും. വിശ്വാസികൾ ഇത് പറയേണ്ടവരല്ല. അതുമായി ബന്ധപ്പെട്ട ഹദീസാണിത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി കാഫിർ. മഅദല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തോട് പറയാണ്, ഇന്ന് നേരം പുലർന്ന സന്ദർഭത്തിൽ ഈ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ നേരം പുലർന്നപ്പോ കാഫിരീങ്ങളായി, ചില ആളുകൾ വിശ്വാസികളായി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒന്നുകൂടി വിശദീകരിച്ചു കൊടുക്കുകയാണ്. റസൂൽ പറഞ്ഞു, ഫഅമ്മാ മൻ ഖാല, കാരണം ഹദീസിന്റെ തുടക്കത്തിൽ സഹാബത്ത് പറയാണ്, അലസ്രി സമാഇ കാനത് മിനൽ ലൈൽ, ഞങ്ങൾക്ക് രാത്രിയിൽ മഴ ലഭിച്ചിരുന്നു. ആ മഴ ലഭിച്ച ആ രാത്രിയുടെ പുലർച്ചെയാണ് റസൂലുള്ള സഹാബത്തിനെയും കൊണ്ട് ഫജ്ർ നമസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅമ്മാ മൻ ഖാല മുഖിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് മഴ ലഭിച്ചത് അത് അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടുമാണ് എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫദാലിക മുഅ്മിനുൻ ബി, അല്ലാഹു പറഞ്ഞതായി റസൂലുള്ള പറയാണ്, അവൻ എന്നിൽ വിശ്വസിച്ചവനാണ്. കാഫിറുൻ ബിൽ കവാകിബ്, അവൻ ഞാറ്റുവേലകളിൽ അവിശ്വസിച്ചവനാണ്. പറഞ്ഞാൽ കഴിഞ്ഞ രാത്രി ലഭിച്ച മഴ അത് അള്ളാഹുവിന്റെ ഫദ്ല, അത് അള്ളാഹുവിന്റെ റഹ്മത്ത്. അതാണ് വിശ്വാസികൾ പറയേണ്ടതും വിശ്വസിക്കേണ്ടതും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഅമ്മാ മൻ ഖാല, ഇനി അതല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞുവെങ്കിൽ മുഖിർനാ ബിനൗഇ കദാ വകദ, ഇന്ന നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് തലേന്ന് രാത്രി ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫദാലിക കാഫിറുൻ ബി, അവൻ എന്നിൽ അവിശ്വസിച്ചവനും വമുഅ്മിനുൻ ബിൽ കവാകിബ്, അവൻ ഞാറ്റുവേലകളിൽ വിശ്വസിച്ചവനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ തിരിച്ചു പഠിപ്പിക്കുകയാണ്. ഇത് പറയാനുള്ള കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂലിന് വഹി കിട്ടി. കാരണം എന്താ? പൊതുമുസ്ലിങ്ങളായ ആളുകൾ അതിനുണ്ടായിരിക്കാം, അവരുടെ പഴയ ജാഹിലിയ വിശ്വാസമാണത്. മഴ ലഭിക്കുന്നത് ചില ഞാറ്റുവേലകൾ കൊണ്ടാണ്, ചില രാവുകൾ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ള വിശ്വാസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ തിരിച്ചു പഠിപ്പിക്കുകയാണ്. എങ്കിൽ വിശ്വാസികളെ, ആ വിശ്വാസം പോരുന്ന ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. കേവലം ഭൗതിക ചർച്ചകളിൽ മാത്രം, കേവല ശാസ്ത്രീയമായ ചർച്ചകളിൽ മാത്രം. ശാസ്ത്രീയമായ ചർച്ചകൾക്കും ഭൗതിക ചർച്ചകൾക്കും ശരി തെറ്റുകൾ ഉണ്ടാകാം. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഴ എന്നുള്ളത് അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അത് അള്ളാഹുവിന്റെ യുക്തിപരമായ കാര്യമാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹുവിന്റെ യുക്തിപരമായ തീരുമാനമാണ് എന്ന് വിശ്വസിക്കേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട്. അതല്ലാതെ ഏതെങ്കിലും നക്ഷത്രവും മാസവും ഞാറ്റുവേലകളിലേക്കും ഈ മഴയെയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ മാറ്റങ്ങളെയും വ്യതിയാനങ്ങളെയും കൂട്ടിപ്പറയാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാനോ അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനോ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാര അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിനികളെ, ഒന്നാമതായി മഴയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതൊരിക്കലും മറ്റൊരു വിഷയത്തിലേക്ക് അതിനെ ചേർത്തി പറയാൻ പാടില്ല എന്നുള്ളതാണ്. അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ ബറകത്തിൻ ഇല്ലാ അസ്ബഹ ഫരീഖുൻ മിനൻ നാസ് ബിഹാ കാഫിരീൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്,
മാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ ബറക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്ത് നിന്ന് ഒരു ബർക്കത്തും ഒരു അനുഗ്രഹവും ഇറക്കുന്നില്ല. ആ ഇറക്കിയ സന്ദർഭത്തിൽ ഇല്ലാ അസ്ബഹ ഫരീഖും മിനൻ നാസി ബിഹാ കാഫിരീൻ, ജനങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അതിനെ നിഷേധിച്ചുകൊണ്ടല്ലാതെ. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, യുൻസിലുല്ലാഹുൽ ഗൈസ ഫയഖൂലൂന അകൗകബ് കദാ വകദാ. നോക്കിങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അത് ഉദാഹരണമായി പറഞ്ഞു. എന്താ ആദ്യം പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു നിഅമത്തും ഉപരിലോകത്ത് നിറക്കിയാലും ജനങ്ങളിൽ നിന്നൊരു വിഭാഗം അതിനെ സംബന്ധിച്ച് അവിശ്വസിക്കും. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിഷേധിക്കും. ആ നിഷേധിക്കുന്നതിന് ഉപമയായി അല്ലാഹു റസൂൽ പറഞ്ഞതെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് വെള്ളം ഇറക്കും, മഴയിറക്കും. പക്ഷെ ഫയഖൂലൂൻ, എന്നാൽ ചില ആളുകൾ പറയും കൗകബ് കദാ വകദാ, അത് ഇന്ന നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് മഴ ലഭിച്ചത് എന്ന് ചില ആളുകൾ പറയും എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മഴയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ കൃത്യമായ അറിവും തീരുമാനവും അള്ളാഹുവിന്റെ അടുത്ത് മാത്രമാണ്. വിശുദ്ധ സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, നിശ്ചയം അള്ളാഹുവിന്റെ പക്കലാകുന്നു അന്ത്യനാളെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവുള്ളത്. വയുനസ്സിലുൽ ഗൈസ്, വയുനസ്സിലുൽ ഗൈസ്, അവനാകുന്നു മഴയിറക്കുന്നത്. ഞാറ്റുവേലകളല്ല, നക്ഷത്രങ്ങളല്ല, രാവുകളല്ല. വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ളത് അത് എന്താണെന്ന് അല്ലാഹു അറിയുന്നു. അല്ലെ, ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞു ഇന്നത്തെ സ്കാനിങ് കൂടി അറിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ സ്കാനിങ് കൂടി എന്താ അറിയാ? ലിംഗനിർണയമാണ്. അതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ആരോഗ്യപരമായ ചില വിഷയങ്ങളാണ്. അത് മാത്രമാണോ ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള അറിവ്? ആ കുട്ടി അവൻ ജനിച്ചതിന് ശേഷം അവൻ എത്ര കാലം ജീവിക്കും, അവന്റെ റിസ്ക് എന്താണ്, അവൻ ഷഖിയാണോ, അവൻ നല്ലവനായി ജീവിക്കോ, അതല്ല മോശപ്പെട്ടവനായി ജീവിക്കോ, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ അറിവുകളും കേവലം സ്കാനിങ്ങിൽ ലിംഗ നിർണയം നടത്തുന്നത് മാത്രമല്ല. അല്ലെ, ചില ആളുകൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു സൂറത്തുൽ ലുഖ്മാനിൽ, വയഅലമു മാ ഫിൽ അർഹാം, അവനാകുന്നു അർഹാമിലുള്ളത്, ഗർഭാശയത്തിലുള്ളവ അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ കേവലം അതുമായി ബന്ധപ്പെട്ട ലിംഗനിർണയം അറിയൽ മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആ കുഞ്ഞ് ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ ഇൽമും അത് അല്ലാഹുവിന്റെ അടുത്ത് മാത്രമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്ത് മനുഷ്യന്മാർ സമ്പാദിക്കും എന്നതിനെ കുറിച്ച് ആർക്കും കൃത്യമായി അറിയില്ല. നമുക്ക് കൂട്ടലുകൾ ഉണ്ടാകാം, അല്ലെ, കൂട്ടിയും കുറിച്ചും പ്ലാനിങ് ഒക്കെ ഉണ്ടാകാം. പക്ഷേ അത് വിജയിക്കോ പരാജയപ്പെടോ, അതിന്റെ ആത്യന്തികമായ തീരുമാനം എന്താണ് എന്നൊന്നും കൃത്യമായി ഒരാൾക്കും അറിയുകയില്ല. ഒരാത്മാവിനും അറിയില്ല ഏത് മണ്ണിലാണ് ആളുകൾ മരിച്ചു പോവുക എന്നുള്ളത്. അല്ലെ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, വേദനയുള്ള ഒരു വാർത്ത കേട്ടു. അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം. അല്ലെ, അപ്പോ നോക്ക് നിങ്ങൾ, ചില ആളുകൾ മരിക്കുന്നത് വിമാന ദുരന്തത്തിൽ മാത്രമായിരിക്കും. വിമാന ദുരന്തം ഉണ്ടായ സന്ദർഭത്തിൽ മരിച്ച ആളുകളുണ്ട്. പക്ഷെ അവിടെയുള്ള മരണം നോക്കി നിങ്ങൾ, വിമാനത്തിലുണ്ടായ ആളുകൾ മാത്രമല്ല മരിച്ചത്, ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ പോലും മരണപ്പെട്ടു. അല്ലെ, അപ്പൊ ആളുകൾ എന്താ പറയാ, ഹൈദരാബാദിലേക്ക് മരിക്കാൻ വേണ്ടി പോയിരുന്ന അങ്ങനെ തന്നെയാണ്. ഏത് മണ്ണിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ മരിക്കുക എന്നുള്ളത് ഒരാൾക്കും അറിയുക സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മിഫ്താഹുൽ ഗൈബി ഖംസുൻ, അദൃശ്യത്തിന്റെ താക്കോൽ 5 എണ്ണമാണ്. ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അത് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. ഈ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ അത് ഗൈബിന്റെ അദൃശ്യത്തിന്റെ താക്കോലാണ്. ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അത് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. ലാ യഅലമു അഹദുൻ മാ യകൂനു ഫീ ഗദ്, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരാൾക്കും, അഹദ് എന്ന് അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, പിന്നെ അപ്പുറത്ത് ചോദ്യമില്ല. ലാ യഅലമു അഹദുൻ, ഒരാളും അറിയുകയില്ല, മാ യകൂനു ഫീ ഗദ്, നാളെ എന്ത് സംഭവിക്കും. അല്ലെ, മിനിഞ്ഞാന്ന് പ്ലാൻ ചെയ്ത ആളുകളാണ് ഇന്നലെ യാത്ര പോയത്. അവർക്കറിയോ ഈ യാത്ര ചെയ്യുന്ന ദിവസം ഇന്നിങ്ങനെ സംഭവിക്കും എന്നുള്ളത്? അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ
അവർ ആ വിമാനത്തിൽ യാത്ര പോകുമായിരുന്നു. ആ ഹോസ്റ്റലിലേക്ക് ഈ വിമാനം തകർന്നു വീഴുമെന്ന് അവർ കരഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടികൾ അവിടെ താമസിച്ച് ഭക്ഷണം കഴിക്കും. അതുകൊണ്ടാണ് മിഫ്താഹുൽ ഗൈബി ഖംസുൻ, ആദർശത്തിന്റെ താക്കോൽ 5 എണ്ണമാണ്. ലാ യഅലമു അഹദുൻ മാ യകൂനു ഫി ഗദ്, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഒരാൾക്കും അറിയുകയില്ല. വലാ യഅലമു അഹദുൻ മാ യകൂനു ഫിൽ അർഹാം, ഒരു ഉമ്മയുടെ ഗർഭാശയത്തുള്ള കാര്യം അത് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരാൾക്കും അറിയുകയില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്യന്തികമായ തീരുമാനം അത് അല്ലാഹുവിന്റെ കയ്യിൽ മാത്രമാണ്. വലാ തഅലമു നഫ്സുൻ മാദാ തക്സിബു ഗദൻ, ഒരു ആത്മാവിനും ഒരു മനുഷ്യനും അറിയുകയില്ല മാദാ തക്സിബു ഗദൻ, നാളെ എന്ത് സമ്പാദിക്കും എന്നുള്ളത്. അല്ലേ, ചിലപ്പോൾ സമ്പാദ്യം നഷ്ടപ്പെടുന്ന ദിവസമായിരിക്കും നാളെ. നമ്മളെ കണക്ക് കൂട്ടിയത് അതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന ദിവസമായിരിക്കും, ചിലപ്പോൾ കണക്ക് കൂട്ടിയത് പോലെ കിട്ടാത്ത ദിവസമായിരിക്കും. അതുകൊണ്ട് നാളത്തെ സംബന്ധിച്ച് ഒരാൾക്കും കൃത്യമായി പറയുക സാധ്യമല്ല. അതുപോലെ തന്നെ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഒരു ആത്മാവിന് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു സംഗതിയാണ് ഏത് ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ മരിച്ചു പോവുക എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയ സംബന്ധമായി ഉദ്ധരിക്കുന്ന ഹദീസ് എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ, ഒരു വ്യക്തിയുടെ, ഒരു ആത്മാവിനെ എവിടെ വെച്ചുകൊണ്ടാണോ പിടിക്കാൻ തീരുമാനിച്ചത് എങ്കിൽ അവിടത്തേക്ക് പോകാൻ ഒരു ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതല്ലേ, ചില ആളുകളെ കുറിച്ച് മരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ, മരിക്കാനായിട്ട് അവൻ അവിടെ പോയി എന്നുള്ളത് ഹഖാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാവ്, എന്റെ മരണം എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ അവിടേക്ക് അന്ന് വരെ, ആ മരിക്കുന്ന ദിവസം വരെ എനിക്ക് ഒരു ആവശ്യം ഉണ്ടാവില്ല അവിടെ പോകാൻ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു ആവശ്യം ഉണ്ടാക്കി തരും. എന്താണെന്നറിയോ? അവിടെ വെച്ചുകൊണ്ട് എന്റെ ആത്മാവിനെ പിടിക്കാൻ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അല്ലാഹുവിന് മാത്രം അറിയുന്ന 5 കാര്യങ്ങൾ നാലാമത്തതായി പറഞ്ഞത്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഏത് മണ്ണിൽ വെച്ചുകൊണ്ടാണ് മരിച്ചു പോവുക എന്നുള്ളത് ഒരാൾക്കും തന്നെ അറിയുകയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വമാ യദ്രി അഹദുൻ മതാ യജീഉൽ മതാർ, ഒരാൾക്കും പറയുക സാധ്യമല്ല എപ്പോഴാണ് മഴ വരിക എന്നുള്ളത്. അല്ലേ സഹോദരങ്ങളെ, ആളുകൾ കണക്ക് കൂട്ടിയതിനേക്കാളും മുമ്പ് ഈ വർഷം മഴ പെയ്തോ? പെയ്തില്ലേ? പെയ്തു. അല്ലെ, പെരുന്നാളിന് മുമ്പ് തമർത്ത് പെയ്തു. പെരുന്നാളിന് 2 ദിവസം മഴയില്ല. പ്രവചനം ബാക്കിയാണ്. അല്ലെ, പ്രവചനം ബാക്കിയാണ്. അതുകൊണ്ട് ഭൗതികമായ ചർച്ചകൾക്കും ഭൗതികമായ കണ്ടുപിടുത്തൽക്കും തീരെ വിലയില്ല എന്നല്ല, മറിച്ച് അതിന് ആത്യന്തികമായി അതിന്റെ ഖദർ, ആ മഴ നന്മയാണോ തിന്മയാണോ, അത് എവിടെ പെയ്യണം, എത്ര തോതിൽ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവ് അത് അല്ലാഹുവിന്റെ കയ്യിൽ മാത്രമാണ്. അതല്ല അത് നിരീക്ഷകന്മാർക്ക് അറിയുമെന്ന് വിശ്വസിക്കുക എന്നുള്ളത് കുഫറാണ്. കാരണം എന്താ? ഇത് ഗൈബായ കാര്യമാണ്, അദൃശ്യമായ കാര്യമാണ് എന്ന് മാത്രമല്ല അദൃശ്യത്തിന്റെ താക്കോൽ 5 എണ്ണമാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് വമാ യദ്രി അഹദുൻ മതാ യജിഉൽ മതാർ, മഴ അത് എന്ന് വരുമെന്നുള്ള കാര്യം അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്നോ നിലക്ക് അക്കാര്യത്തിൽ മറ്റുള്ള ആളുകൾ പറയുന്ന വാക്കിനെ ഏറ്റുപറയേണ്ടവരല്ല. അതുമായി ബന്ധപ്പെട്ട് അവസാനമായി മഴയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തെ ചീത്ത പറയാതിരിക്കുക എന്നുള്ളത്. കാരണം മനുഷ്യ പ്രകൃതിയിൽപ്പെട്ടതാണ് തന്റെ സൗകര്യത്തിനെതിരായ എല്ലാത്തിനെയും ചീത്ത പറയുക എന്നുള്ളത്. അല്ലെ, ഇപ്പോ നല്ല ചൂട് വന്നാൽ എന്ത് പറയും? ചൂടിനെ ചീത്ത പറയും. തോറി ചൂടാണെന്ന് പറയും, നശിച്ച ചൂടാണെന്ന് പറയും. അല്ലെ, കാറ്റ് വന്നാൽ കാറ്റിനെ ചീത്ത പറയും. അതുവരെ കാറ്റുണ്ടായാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അല്ലെ, ചൂടുണ്ടാകുമ്പോൾ കാറ്റിനെ ആഗ്രഹിക്കും. കാറ്റ് ശക്തമായാൽ കാറ്റിനെ ചീത്ത പറയും. ചൂടുണ്ടായാൽ മഴ ആഗ്രഹിക്കും. ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ എന്റെ മകളെ കല്യാണത്തിന് തന്നെ മഴ വരണമെന്ന് വയ്ക്കും. അല്ലെ, ഞാൻ പുതിയ ഡ്രസ് ഇട്ടെന്ന് തന്നെ മഴ വേണമെന്ന് വയ്ക്കും. ഞാൻ വണ്ടി വാഹനം കഴുകി ഇറക്കാൻ തന്നെ മഴ വരണമെന്ന് വയ്ക്കും. അല്ലെ, വാർത്താ മാധ്യമങ്ങൾ വലിയ വാർത്ത നിരത്തും. വലിയ മഴ പെയ്താൽ എന്തെന്നറിയോ? പ്രകൃതിയുടെ താണ്ഡവം എന്ന് പറയും. അത് വിശ്വാസികൾ ഏറ്റു പറയും. അതുപോലെ തന്നെ പ്രകൃതിയുടെ ക്രൂരത എന്ന് പറയും. ഏത്? അള്ളാഹു അനുഗ്രഹമാണെന്ന് പറഞ്ഞ മഴയെ പ്രകൃതിയുടെ ക്രൂരത, പൈശാചികത എന്നൊക്കെ ഇതിനെ പറയുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഒരിക്കലും പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ നമുക്ക് പ്രതികൂലമാണ് എങ്കിൽ അതിന് ഒരിക്കലും ചീത്ത പറയാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞതായി പറഞ്ഞു. ഖാല അല്ലാഹു അസ്സ വജൽ, ഖുദ്സിയ ഹദീസാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, യുദീനി ഇബ്നു ആദം സന്തതി എന്നെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. എങ്ങനെ? യസുബ്ബുദ്ദഹർ, അവൻ കാലത്തെ പഴിക്കുന്നു, കാലത്തെ അവൻ ചീത്ത പറയുന്നു. വഅനദ്ദഹർ, ഞാനാകുന്നു കാലം. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാത്രിയും പകലിനെയും മാറ്റിമറിക്കുന്നവൻ ഞാനാണ്. അതുകൊണ്ട് കാലത്തെ ചീത്ത പറയരുത്. മറ്റൊരു ഹദീസ് റസൂൽ പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ നിങ്ങൾ പഴിക്കരുത്, കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത്. ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, നിശ്ചയം അല്ലാഹു ആകുന്നു കാലം. കാരണം ഈ കാലാവസ്ഥയെ മാറ്റിമറിക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ മാറ്റിമറിക്കപ്പെട്ട കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായാൽ അതിന് ചീത്ത പറഞ്ഞാൽ അള്ളാഹുവിന് ചീത്ത പറഞ്ഞതിന് തുല്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ആദം സന്തതി ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സംസാരങ്ങളും നടത്തുന്നതിന് മുമ്പ് ഇസ്ലാമികമായ മര്യാദകൾ പഠിക്കുക, പാലിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുമായി ബന്ധപ്പെട്ട് മഴ, കാറ്റ്, ഇടി, മിന്നൽ, ഇതിലെ ഒരുപാട് ചര്യകൾ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള നന്മയെ ചോദിക്കാൻ, അതിൽ നിന്നുള്ള കാവലിനെ തേടാൻ, അത് പഠിക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ളതല്ലാതെ കാലാവസ്ഥയെ പഠിക്കാൻ, അതല്ലെങ്കിൽ ഉണ്ടാകുന്ന മഴയും മറ്റുമൊക്കെ മറ്റ് ഞാറ്റുവേലകളിലേക്കും നക്ഷത്രങ്ങളിലേക്കും മാസങ്ങളിലേക്കും ചേർത്തി പറയുന്ന സ്വഭാവ വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് യഥാർത്ഥ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹത്തായ ഫള് കൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാഫാക്കി പെരുമാറാകണമേ. അള്ളാഹുവെ, ജീവിക്കുന്ന കാലം അത്രയും നിന്റെ ഇഷ്ടത്തിലും അള്ളാഹുവെ നിന്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നീ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അള്ളാഹുവെ, ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അള്ളാഹുവെ ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, അടുത്തകന്ന ബന്ധുക്കൾ, നല്ലവരായ നാട്ടുകാർ, അള്ളാഹുവെ അവർ വിശ്വാസികളാണെങ്കിൽ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അള്ളാഹുവെ, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണമേ. അള്ളാഹുവെ നീ അവരുടെ കനിവ് കാണിക്കണമേ. അള്ളാഹുവെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഞങ്ങളെ പോറ്റി വളർത്തി നല്ല നിലയിലാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും വാർദ്ധക്യ സഹജമായ പല പ്രയാസങ്ങളിലുമാണ്. അള്ളാഹുവെ, അവരുടെ എല്ലാവരുടെയും മുഴുവൻ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, അവർക്കെല്ലാവർക്കും നീ ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകണമേ. അള്ളാഹുവെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ കടങ്ങൾ നീ വിട്ടുകൊടുക്കുമാറാകണമേ. അള്ളാഹുവെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, സഹിക്കവയ്യാത്ത വേദനകളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ കാത്തു രക്ഷിക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബൻ നാർ. വ സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം.